ആപ്കി അദാലത്തിൽ തെലങ്കാനയുടെ ചീഫ് മിനിസ്റ്റർ രേവന്ത് റെഡ്ഡി മേലുള്ള അടുത്ത കുറ്റാരോപണം ഇദ്ദേഹം സമാധാനം ആഗ്രഹിക്കുന്ന രാഷ്ട്രീയമാണ് നടത്തുന്നത് എന്നതാണ്. രേവന്ത് റെഡ്ഡി സാർ, ഈ കുറ്റാരോപണം താങ്കളുടെ വലിയേട്ടൻ നരേന്ദ്രമോദിയുടേതാണ്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കോൺഗ്രസ് റിലീസ് ചെയ്ത മാനിഫെസ്റ്റോയിൽ ആ മാനിഫെസ്റ്റോയുടെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള മുസ്ലിം ലീഗിന്റെ മാനിഫെസ്റ്റോ പോലെ ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. മോഡിജിയുടെ അടുത്ത് ഞാൻ എപ്പോഴും ഒറ്റ കാര്യമേ പറയാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ. ഈ നാട്ടിലെന്താ മുസ്ലിങ്ങൾക്ക് സ്ഥലമില്ലേ? ഈ നാട്ടിൽ മുസ്ലിംസ് ഇരിപ്പുണ്ട്, ക്രിസ്ത്യൻസ് ഇരിപ്പുണ്ട്, സിഖ് ഇരിപ്പുണ്ട്, ഹിന്ദുസ് ഇരിപ്പുണ്ട്. എല്ലാവർക്കും ഇവിടെ സ്ഥാനമുണ്ട്. മാനിഫെസ്റ്റോയില് എല്ലാവർക്കും ഇവിടെ റിഫ്ലക്ഷൻ ഇരിപ്പുണ്ട്. അതിൽ ക്രിസ്ത്യൻസ് ഇരിക്കും, മുസ്ലിംസും ഇരിക്കും, സിഖും ഉണ്ടാവും, ഹിന്ദുസും ഉണ്ടാവും. നിങ്ങൾ ഒരു പക്ഷേ മുസ്ലിംസിന് സീറ്റ് കൊടുക്കാത്തത് കൊണ്ട് ഈ രാജ്യത്തിലുള്ള മറ്റുള്ളവர்களுം അതുപോലെ തന്നെ ഇരിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത്. സോ ഇതിൽ പൊളിറ്റിക്കൽ എക്സ്പ്ലോയിറ്റേഷന് വേണ്ടി മോഡിജി ചില കാര്യങ്ങളാണ് പറഞ്ഞു വന്നത്. സോ ഇതുകൊണ്ട് അദ്ദേഹം പൂർണ്ണമായിട്ടും ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഇത് മുസ്ലിം പേഴ്സണൽ ലോ, സ്വാതന്ത്ര്യത്തിന് മുമ്പ് മുസ്ലിം ലീഗിന്റെ പേഴ്സണൽ ലോ ആയിരുന്നു. 1906 ഇത് തന്നെയായിരുന്നു. അതോടൊപ്പം 2014 കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയുണ്ട്. മുസ്ലിം ലീഗ് 36 എന്താണ് പറഞ്ഞെന്ന് വെച്ചാൽ, ഫൈറ്റ് അഗെയിൻസ്റ്റ് മെജോറിറ്റി. ഇത് ഈ പ്രാവശ്യത്തെ മാനിഫെസ്റ്റോയിലും ഉണ്ട്. 36 മുസ്ലിം ലീഗ് എന്താണ് പറഞ്ഞെന്ന് വെച്ചാൽ, സ്പെഷ്യൽ സ്കോളർഷിപ്പ് ആൻഡ് ജോബ് ഫോർ മുസ്ലിംസ്. അതും കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയിലുണ്ട്. രജത് ശർമ്മ സർ, അദ്ദേഹം എന്തു പറഞ്ഞാലും അത് വിട്ടേക്കൂ. ഇന്ത്യൻ പീനൽ കോർട്ട് വേറെയാ, സിവിൽ കോർട്ട് വേറെയാ. പീനൽ കോർട്ട് പ്രകാരം ഇന്ത്യയിൽ ആരായിരുന്നാലും ആരെങ്കിലും തെറ്റ് ചെയ്താൽ അവർക്ക് പനിഷ്മെന്റ് കൊടുക്കാനായിട്ടാ പീനൽ കോർട്ട് ഉള്ളത്. സിവിൽ കോർട്ട് ഇസ് അവർ പ്രാക്ടീസ്. പീനൽ കോർട്ടിലും സിവിൽ കോർട്ടിലും ഏതൊരു വ്യത്യസ്തതയും ഉണ്ടാവാൻ പാടില്ലെന്ന് BJP ട്രൈ ചെയ്തോണ്ടിരിക്കുക. സിവിൽ കോഡ് മാറ്റാനായിട്ട് യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് എന്തൊക്കെയോ പറയുന്നില്ല അദ്ദേഹം. ഇന്ന് യൂണിഫോം സിവിൽ കോഡ് എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ ULC കൊണ്ടുവരും, യൂണിഫോം ലാംഗ്വേജ് കോഡ്. അതിനുശേഷം UDC കൊണ്ടുവരും, യൂണിഫോം ഡ്രസ് കോഡ്. മോഡിജി ഇട്ടിട്ടില്ലേ ഒരു ഷെർവാണി, അതുപോലെ തന്നെ പിന്നെ എല്ലാവരും ഇടണം. അതൊക്കെ നമ്മളെ കൊണ്ട് എങ്ങനെ ഇടാൻ കഴിയും? അതുപോലത്തെ ഡ്രസ് കോഡൊക്കെ എങ്ങനെ ഇടാൻ പറ്റും നമ്മളെ കൊണ്ട്? സിവിൽ കോഡ് വേറെയാ. നമ്മുടെ നാട്ടിൽ 4 മതമാണുള്ളത്. അതിൻ്റെ ഒപ്പം പല ജാതികളും ഉണ്ട്. ഓരോ ജാതിയിലും ജാതിയുടെ ഒപ്പം അവരുടെ നോർത്ത് ഇന്ത്യയിൽ കല്യാണം കഴിഞ്ഞാൽ വാട്ട് യു കോൾ ദാറ്റ്, ഈ തീ ഇട്ടിട്ട് ചുറ്റി വരില്ലേ, ഈ തീ ഇട്ടിട്ട് ഇങ്ങനെ നിങ്ങൾ സൗത്തിലും ഞങ്ങൾ അതുപോലെ താലി തന്നെയാണ് കെട്ടുന്നത്. ഇങ്ങനെ 3 നോട്ടാണ് ഇടുന്നത്. ഇത് വ്യത്യാസമായിട്ടുണ്ടാവും. മുസ്ലിമിൽ കബൂൾ കബൂൾ എന്ന് പറയും. കല്യാണം നടക്കുന്ന സമയത്ത് ക്രിസ്ത്യൻസ് ഒക്കെ വേറെ രീതി ചർച്ചിൽ നടക്കും. ഇവിടെ യൂണിഫോം സിവിൽ കോഡ് എങ്ങനെ നടക്കും? ആർക്ക് എന്താന്ന് പറഞ്ഞാണ് നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നത്? ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം ആരായിരുന്നാലും, ഹിന്ദു, മുസ്ലിം, സിഖ്, ക്രിസ്ത്യൻ ആരായിരുന്നാലും ആരെങ്കിലും എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ പനിഷ്മെന്റ് കോമൺ ആണ്. പക്ഷേ സിവിൽ കോഡ് ഒരിക്കലും അങ്ങനെയല്ല. യൂണിറ്റി ഓഫ് ഡൈവേഴ്സിറ്റി, യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. കുറേ മതങ്ങളുണ്ട്, കുറേ ജാതികളുണ്ട്. ഓരോ ഇതിലും ഓരോ രീതികളുള്ള കൾച്ചറാണ്. ആദിവാസി ആൾക്കാരുടെ ചടങ്ങൊക്കെ വ്യത്യസ്തമായിരിക്കും, മുസ്ലിം ആൾക്കാരുടെ ചടങ്ങൊക്കെ ഭയങ്കര വ്യത്യാസമായിരിക്കും. ഹിന്ദുസിലും പല ജാതികളുണ്ട്, പല ചടങ്ങുകളുണ്ട്. ഇന്ന് 100+ സബ് കാസ്റ്റ് ഉണ്ട്. ഈ സബ് കാസ്റ്റ് ഉണ്ട് OBCയിൽ. സോ ഓരോ കാസ്റ്റിനും ഓരോ പ്രാക്ടീസ് ഉണ്ട് ഇവിടെ. സോ ഇതൊക്കെ ഒരുമിച്ച് ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഉണ്ടാക്കിയതിനു ശേഷം അതിൽ നിന്നും നിങ്ങൾ അഡ്വാൻറ്റേജ് എടുത്തു കഴിഞ്ഞാൽ, കുറ്റാരോപണം മുസ്ലിംസ് അപ്പീസ്മെന്റ് എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ മുസ്ലിം ലീഗിന്റെ അപ്പീസ്മെന്റിനെ പറ്റിയാണ് പറയുന്നതെന്നാണ്. അതൊക്കെ വിടൂ. 10 വർഷം ഭരണത്തിൽ നിന്ന് അദ്ദേഹം എന്താണ് കാണിച്ചത് ഇവിടെ? ഞങ്ങൾ ഇതിൽ നിന്നൊക്കെ മാറിപ്പോയി ഇവിടെ പല വർഷമായി കഴിഞ്ഞു. ഞങ്ങൾ മുസ്ലിംസിനൊന്നും ഒരിക്കലും ഇതുപോലെ ചെയ്തില്ല. നിങ്ങൾ അവർക്ക് വേണ്ടി എന്താ ചെയ്തതെന്ന് പറയൂ. നിങ്ങൾ എന്തെങ്കിലും പറയൂ അവരെ കുറിച്ച്. എന്നല്ലേ ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ ഞങ്ങൾ ചെയ്തത്. അറ്റ്ലീസ്റ്റ് ഞങ്ങൾ അപ്പീസ്മെന്റ് എങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടല്ലോ. എൻഡ് ഓഫ് ദി ഡേ കോൺഗ്രസ് മൂലം മുസ്ലിംസിന് എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. 10 വർഷം നിങ്ങൾ പ്രൈം മിനിസ്റ്റർ ആയിട്ടിരുന്നു. എന്തൊക്കെയാ ചെയ്തെന്ന് നിങ്ങളൊന്ന് പറഞ്ഞു. സഹായവും എല്ലാവരുടെ വിശ്വാസവും അവരുടെ കഷ്ടപ്പാടും. അതാണ് സ്ലോഗൻ. അത് തന്നെ ഞാനും പറയുന്നത്. എല്ലാവർക്കും ഉള്ള കാര്യം എല്ലാവരുടെയും വളർച്ചയല്ല ഇത്. ഗുജറാത്തിലും UPയിലും മാത്രമാണ് വളർച്ച ഉള്ളത്. കർണാടകയിലും തെലങ്കാനയിലും എന്തുകൊണ്ടാണ് ഈ വളർച്ച ഇല്ലാത്ത? അവിടെ 42 MPs ഉണ്ട്, ഒരു മിനിസ്റ്റർ മാത്രമേ ഉള്ളൂ. എങ്ങനെ ഉണ്ടാവും വളർച്ച? പിന്നെ താങ്കൾ ഇങ്ങനെ പറയുന്നു. പക്ഷേ കോൺഗ്രസിലുള്ള മറ്റു നേതാക്കന്മാർ ഇവിടെ നേരത്തെ സംസാരിച്ചിരുന്നത്, കോൺഗ്രസിൽ നിന്ന് പോകുന്ന സമയത്ത് എന്താ പറയുന്നതെന്ന് വെച്ചാൽ, കോൺഗ്രസിൽ ഒരു വലിയ പ്രശ്നമുണ്ട്. അയോധ്യയിൽ കെട്ടിയ രാമക്ഷേത്രത്തിനെ പറ്റി സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലൊന്നും സംസാരിക്കാൻ പാടില്ല, പ്രാൺ പ്രതിഷ്ഠയ്ക്ക് പോകാൻ പാടില്ലെന്നും പറയുന്നു. അതിന്റെയൊക്കെ കാരണം എന്താണ്? ഇല്ല, അതൊക്കെ തെറ്റാണ്. ആദ്യത്തെ പ്രാവശ്യം രാമന്റെ അമ്പലത്തിൽ സിലോണോസോടൊപ്പം ആരാണ് അവിടെ ചാൻസ് കൊടുത്തത്? രാജീവ് ഗാന്ധിയല്ലേ ചാൻസ് കൊടുത്തത്. രാജീവ് ഗാന്ധി ഇരുന്ന സമയത്ത് രാമന്റെ അമ്പലത്തിൽ ആദ്യമായിട്ട് പൂജ ചെയ്യണമെന്നും പറഞ്ഞ് അത് ചെയ്തത് കോൺഗ്രസ് അല്ലേ? അതിനും മോഡിജിക്കും പിന്നെ എന്ത് സംബന്ധമുള്ളത് ഈ കാര്യത്തില്? ഇതിലും മോഡിജിക്ക് എന്താണ് സംബന്ധമുള്ളത്?
ഇതൊക്കെ എന്തിനു വേണ്ടിയാന്ന് വെച്ചാൽ ഇതൊക്കെയാണ് ഡിസ്ട്രാക്ഷൻ ഫാക്ട്സ്. പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജസ് എടുക്കാനായിട്ട് ചില ആൾക്കാർ ട്രൈ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. പാർട്ടി ഇട്ടിട്ട് പോണോന്ന് കരുതി ആർക്ക് വേണമെങ്കിലും പോവാം. ഞങ്ങൾ ആരും ഇങ്ങനെ തടുത്ത് നിർത്തിയിട്ടില്ല. തെലങ്കാനയിൽ 174 ഇലക്ടോറൽ റെപ്രസെന്റേറ്റീവ്സ് ആണ് ഇരിക്കുന്നത്. MLA, MLC, MP പൊസിഷനിലുള്ളവർ പോലും പാർട്ടി ഇട്ടിട്ട് പോയിട്ടുണ്ട്. എന്നിട്ടും ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടാണ് ഈ രാഷ്ട്രീയം എന്നിങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇലക്ഷന് മുമ്പ് 5 MLAs ഉണ്ടായിരുന്നു. ഇന്ന് 65 MLA ആണുള്ളത്. ഞങ്ങൾ ജയിച്ചു. സോ ഇവരൊക്കെ പുറത്തു പോകുന്നതുകൊണ്ട് പാർട്ടിക്ക് ഒരു നഷ്ടവും തന്നെ ഇല്ല. കുറച്ച് കഷ്ടപ്പെടേണ്ടതുണ്ട്. പക്ഷേ പുതിയ പുതിയ പ്രശ്നങ്ങളിലാണ് നല്ല ലീഡർഷിപ്പ് എമർജ് ആവുള്ളൂ. അതായത് ഈ പുതിയ പക്ഷേ രീതിയിലുള്ള ശ്രീരാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് കോൺഗ്രസ്സുകാരും പോയില്ലല്ലോ. അതിന്റെ കാരണം എന്താണെന്ന് പറയാൻ സാധിക്കുമോ? എന്തുകൊണ്ട് പോയില്ല? കുറെ ആൾക്കാർ പോയിരുന്നല്ലോ. കാരണം ഞാൻ ഭദ്രാചലിൽ രാമന്റെ അമ്പലം ഉള്ളത് അവിടെയായിരുന്നു ഞാൻ എന്ന് പോയിരുന്നേ. മോഡിജി അന്ന് അങ്ങോട്ട് വന്നില്ല. അദ്ദേഹം എന്തുകൊണ്ട് വന്നില്ല? ഞാൻ ചീഫ് മിനിസ്റ്ററായ അന്ന് തന്നെ ഞാൻ ആ അമ്പലത്തിലോട്ട് പോയതാ. ഭദ്രാചലം ഈസ് വൺ ഓഫ് ദ ഫേമസ് ശ്രീരാമന്റെ അമ്പലമുണ്ട്. ഞാൻ പോയി, പക്ഷെ മോഡിജി അന്ന് വന്നില്ല. മോഡിജി രാമന്റെ ഭക്തനാന്നാ പറയുന്നത്. സഞ്ജയ് നിരുപമിന്റെ സ്പീച്ച് ഞാൻ കേട്ടിരുന്നു. അദ്ദേഹം റീസെന്റ് ആയിട്ടാണ് കോൺഗ്രസിൽ നിന്ന് പുറത്തോട്ട് വന്നത്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പോകാൻ അനുവദിച്ചതോ അനുവദിക്കാതെ ഇരിക്കുന്നതോ അതൊന്നും ഒരു പ്രശ്നമേ അല്ലെന്ന്. പക്ഷേ രാഹുൽ ഗാന്ധി എല്ലായിടത്തും ഭഗവാൻ ശ്രീരാമനെ കളിയാക്കുകയാണെന്ന്. അദ്ദേഹം എല്ലാവരോടും പറയുകയാണ് ജയ് ശ്രീരാം ജയ് ശ്രീരാം എന്ന് പറയുന്നതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന്, മണിയടിക്കുന്നതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്ന്, ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്താൽ പട്ടിണി കിടന്ന് ചാകേണ്ടി വരുമെന്നും പറയുന്നു. അദ്ദേഹം വിശപ്പിനെ കുറിച്ച് സംസാരിക്കാനാണ് ട്രൈ ചെയ്യുന്നത്. മോഡിജിയുടെ അടുത്ത് പണിയെന്ന് ചോദിച്ചാൽ തന്നെ ജയ് ശ്രീരാം എന്നാണ് പറയുന്നത്. സർ, നിങ്ങൾ കർഷകർക്ക് വേണ്ടി കടം തള്ളിവെക്കണമെന്ന് പറയുമ്പോൾ ജയ് ശ്രീരാം എന്നാണ് വിളിക്കുന്നത്. ഇന്ന് ഇന്ത്യയുടെ വളർച്ചയെക്കുറിച്ച് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ വേറെ എന്താ, ജയ് ശ്രീരാം എന്ന് തന്നെ അദ്ദേഹം പറയും. എല്ലാ കാര്യത്തിനും അദ്ദേഹം രാമന്റെ അമ്പലം, ജയ് ശ്രീരാം ഇങ്ങനെ തന്നെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ ആ കാര്യത്തിനെക്കുറിച്ച് സംസാരിക്കാനാണ് രാഹുൽജി ഇവിടെ കിടന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. രാഹുൽജി രാമന്റെ അമ്പലം, അദ്ദേഹം ഒരു ശിവഭക്തനാന്ന് നിങ്ങൾക്ക് അറിയാലോ. അറിയാവോ നിങ്ങൾക്ക്? ഞാൻ അദ്ദേഹത്തിന്റെ ഫോട്ടോസ് പിന്നെന്താ, അത്രേ ഉള്ളൂ. ഡിബേറ്റ് കഴിഞ്ഞു. സർ, ഭക്തി എന്ന് പറയുന്നത് വേറെയാ, പക്ഷെ ഒരു നല്ല തലവന്റെ കടമ വേറെയാ. ഗൗരവ് ബാലവന്ത് താങ്കളെ പറ്റി എന്താ പറയുന്നതെന്ന് വെച്ചാൽ രേവന്ത് റെഡ്ഡി വളരെ സന്തോഷത്തോടുകൂടി ഇഫ്താർ വിരുന്നിന് പോകുന്നുണ്ട്, പക്ഷെ ആ സന്തോഷത്തോടുകൂടി ക്ഷേത്രത്തിൽ എന്തുകൊണ്ട് പോകുന്നില്ലെന്ന്. അതുകൊണ്ടാണ് പറയുന്നത്. 2 ദിവസം മുമ്പ് ഞാൻ രാമന്റെ അമ്പലത്തിൽ പോയിട്ട് വന്നേ. അവിടെ ഗൗരവ് വല്ല മോഡിജി ആരും തന്നെ വന്നില്ല അങ്ങോട്ട്. അതിനു മുമ്പ് നിങ്ങൾ പറഞ്ഞിരുന്നു ഓപ്പണിംഗ് റിമാർക്സിൽ തന്നെ രേവന്ത് RSS കാരനാന്ന്, രേവന്ത് നിക്കർവാലയാന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ മസ്ജിദിലോട്ട് പോകുന്ന കാര്യമാണ് പറയുന്നത്. സോ ഈ കോൺട്രഡിക്ഷൻ ഒക്കെ എവിടുന്നായി വരുന്നത്? അതാണ് രേവന്ത് റെഡ്ഡി വലിയൊരു മിസ്റ്ററി ആയിരിക്കുന്നു. അദ്ദേഹം RSSനെയാണോ അതോ മുസ്ലിമിനെയാണോ സപ്പോർട്ട് ചെയ്യുന്നത്? ഞാൻ 4 കോടി തെലങ്കാന ജനങ്ങളുടെ ചീഫ് മിനിസ്റ്ററാണ്. ഐ ആം ന്യൂട്രൽ. ഐ ആം നോട്ട് ബയാസ്ഡ്. ഐ ആം നോട്ട് ഗോയിങ് ടു ഡീവിയേറ്റ് ഫോർ എനിത്തിങ്. 2 കാര്യങ്ങളിൽ താങ്കളുടെ അഭിപ്രായം അറിയണമെന്ന് ആഗ്രഹമുണ്ട്. ജനങ്ങൾക്ക് വേണ്ടി ഞാൻ ചോദിക്കുകയാണ്. ഈ DMKയുടെ ഒരു ലീഡർ ഉണ്ടല്ലോ, അതായത് ഉദയനിധി സ്റ്റാലിൻ. അദ്ദേഹം പറഞ്ഞത് സനാതന ധർമ്മം എന്നുള്ളത് ഡെങ്കു മലേറിയ പോലെയാണ്, അതുകൊണ്ട് അത് നമ്മളെല്ലാവരും ചേർന്ന് നശിപ്പിക്കണമെന്ന് പറയുന്നു. അത് ദ്രവിഡിയൻ മൂവ്മെന്റ്. മോഡിജിയെ പോലെ തന്നെയാ അവരും. ആരെങ്കിലും എതിർത്ത് സംസാരിച്ച് പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജസ് എടുക്കാമെന്നാ നോക്കുന്നത് അവര്. അതുപോലെ തന്നെയാണ് ഉദയനിധി സ്റ്റാലിനും മറ്റുള്ളവരെ എതിർത്ത് സംസാരിച്ചിട്ട് പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജസ് ഒക്കെ തനിച്ചെടുക്കാൻ നോക്കുന്നത്. ഈ എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റിനെ അത് BJP ആയിക്കോട്ടെ ഇല്ലെങ്കിൽ DMKക്കാര് പറഞ്ഞതോ ആയിക്കോട്ടെ, ഇതുപോലത്തെ സംസാരത്തിനൊന്നും ഈ നാട്ടിൽ സ്ഥലവേ ഉണ്ടാവില്ല. താങ്കളുടെ വീഡിയോ ഞാനും കണ്ടു. താങ്കൾ വോട്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഗോമാതാവിന് പൂജ ചെയ്യുന്നു. താങ്കൾ ഓഫീസിലേക്ക് പോകുന്ന ആദ്യ ദിവസം താങ്കൾ ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് താങ്കൾക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഉദയനിധിക്കും രാജയ്ക്കും എന്താണ് പ്രശ്നം? രാജ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ രാമനെതിരാണ്, ഹിന്ദുയിസത്തിനെതിരായ ഉള്ളവരാണെന്ന്. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ തെളിച്ച് പറയാൻ കേട്ടോളൂ രജത് ശർമ്മ സർ. ബൈ പ്രാക്ടീസ് ഞാനൊരു ഹിന്ദു ആണെന്ന് ഞാൻ സന്തോഷത്തോടെ പറയുന്നു. അതിന് ഞാൻ മുസ്ലിമിനെ എതിർത്തിട്ട ഒരാളാന്ന്, ഇല്ലെങ്കിൽ ക്രിസ്ത്യനെ എതിർത്ത ആളാന്ന്, ഇല്ലെങ്കിൽ സീക്കിനെ എതിർത്ത ഒരാളാന്നും അങ്ങനെ ഞാൻ ഒരാൾക്ക് എതിരായിട്ടുള്ള ഒരാളെ അല്ല. എന്റെ മതം, എന്റെ കൾച്ചർ എന്താന്ന് എന്റെ കുടുംബം പഠിപ്പിച്ചിട്ടുണ്ട് എന്നെ. അതാണ് ഞാൻ പഠിച്ചു വളർന്നതും. ഞാൻ അതാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇതിലെന്താ തെറ്റുള്ളത്? അത് പേഴ്സണൽ പ്രാക്ടീസ്, ഇത് കുടുംബത്തിന്റെ പ്രാക്ടീസ്. പക്ഷേ രാഷ്ട്രീയത്തിലോട്ട് വരുമ്പോൾ നിങ്ങൾ ന്യൂട്രലായിട്ടാണ് ഇരിക്കേണ്ടത്. ഇക്കാര്യം താങ്കൾ DMKക്കാർക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കൂ. നന്നായിട്ട് മനസ്സിലാക്കി തരും ഞാൻ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മനസ്സിലാക്കും. അവസാനമായി ഓഡിയൻസിൽ നിന്ന് ആർക്കെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? അയോധ്യയിൽ വലിയ രാമന്റെ ക്ഷേത്രം പണിതിട്ടുണ്ട്. നിങ്ങൾ ആ രാമന്റെ ക്ഷേത്രം കാണാനായി ചെല്ലുമോ? തീർച്ചയായിട്ടും ചാൻസ് കിട്ടിയാൽ ഞാൻ തീർച്ചയായിട്ടും പോവും. എനിക്കൊരു പ്രശ്നവുമില്ല. കാരണം എങ്ങനെ നോക്കിയാലും ഒരു 1000 വർഷം അമ്പലം അവിടെ തന്നെ ഇനി കാണും. ചാൻസ് കിട്ടുമ്പോഴൊക്കെ തീർച്ചയായിട്ടും ഞാൻ അമ്പലത്തിലോട്ട് പോയിട്ട് വരും.
ആദ്യം ഞാൻ നിങ്ങളെ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യാം. തെലങ്കാനയിലും ഭദ്രാചാര്യയില് രാമന്റെ അമ്പലമുണ്ട്. എല്ലാവരും പറ്റുമെങ്കിൽ ഒരു ദിവസം അങ്ങോട്ട് വന്നിട്ട് പോകൂ.